കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ പകരം മന്ത്രി ആര് എന്നതിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. നിലവിലിപ്പോൾ കെ രാധാകൃഷ്ണന്റെ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കീഴിലാണുള്ളത്. പട്ടികജാതി വകുപ്പ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം OR കേളുവിന് നൽകിയെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകും. സെയ്ലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, രാധാകൃഷ്ണന് പകരം OR കേളു തന്നെയെന്ന് ഉറപ്പിച്ചോ? CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. ദിവ്യ, OR കാളു അദ്ദേഹം മാനന്തവാടി MLA ആണ്. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ഇപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. അദ്ദേഹം 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. പട്ടികജാതി ക്ഷേമം എന്നുള്ള പ്രധാനപ്പെട്ട വകുപ്പ്, അതിനൊപ്പം തന്നെ പാർലമെന്ററി കാര്യം, ദേവസ്വം വകുപ്പുകൾ. ഇപ്പോൾ പട്ടികജാതി ക്ഷേമം വകുപ്പാണ് മാനന്തവാടി MLA ആയ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ OR കേളുവിന് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, സംസ്ഥാന നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെയായി വിഭജിച്ച് നൽകുകയാണ്. ദേവസ്വം വകുപ്പ് VN വാസവന് നൽകാനുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന നേതൃയോഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പാർലമെന്ററി കാര്യം MP രാജേഷിന് നൽകാനാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അത് നൽകാനുള്ള കാരണം, അദ്ദേഹം സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്ററിയൻ എന്ന നിലയിൽ മികച്ച ഇടപെടൽ ലോക്സഭയിലടക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സ്പീക്കർ എന്ന നിലയിൽ MP രാജേഷ് മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ട് പാർലമെന്ററി കാര്യവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആൾ എന്ന നിലയിലാണ് MP രാജേഷിന് പാർലമെന്ററി കാര്യം കൂടി നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും പുതിയൊരു മന്ത്രിയെ കൊണ്ടുവരാനുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ് OR കേളു. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA മാർ CPMൽ ഇല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന പരിഗണന കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് OR കേളു എന്നുള്ളതും അദ്ദേഹത്തെ കൂടുതലായി പരിഗണിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. കുറച്ച് സമുദായക്കാരനാണ് OR കേളു എന്ന് പറയുന്നത്. UDF MLA ആയിരുന്ന ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് 2016 മാനന്തവാടിയിൽ നിന്ന് OR കേളു ജയിച്ചു വരുന്നത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭയിലെ അംഗം കൂടിയായിരുന്നു OR കേളു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഇദ്ദേഹം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ CPM അങ്ങനെ മന്ത്രിയാക്കിയിട്ടില്ല. ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമായി എടുത്തിരിക്കുന്നു. കാരണം കുറിച്യ സമുദായക്കാരനാണ്, മാനന്തവാടിയിൽ നിന്ന് വന്നയാളാണ്. ജയലക്ഷ്മിയെ ഈ ആദിവാസി നേതാവ് എന്ന നിലയിൽ മാനന്തവാടിയിൽ നിന്ന് ജയിച്ചു വന്ന ജയലക്ഷ്മിയെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാക്കിയിരുന്നു. അതിനുശേഷം ഇടത് സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു നേതാവിന് പട്ടികജാതി ക്ഷേമ വകുപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിലുള്ള പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. കാരണം ദളിത് MLA മാരിൽ സംസ്ഥാന കമ്മിറ്റി അംഗമുള്ള മറ്റ് MLA മാർ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് പട്ടികജാതി ക്ഷേമ വകുപ്പ് നൽകിക്കൊണ്ട് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ ആരെയും CPM ഇതുവരെ മന്ത്രിയാക്കിയിരുന്നില്ല. അങ്ങനെ ഒരു ചരിത്രപരമായ തീരുമാനം കൂടി CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ രാധാകൃഷ്ണൻ രാജിവെച്ചപ്പോൾ പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. സച്ചിൻ ദേവ് MLA അടക്കം പരിഗണിച്ചേക്കുമെന്ന സൂചനകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ OR കേളുവിലേക്ക് തന്നെ പേരെത്തിയിരിക്കുകയാണ്. അത് ദളിത് പ്രാതിനിധ്യം കണക്കിലെടുത്ത് തന്നെയാണോ OR കേളുവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്? അതെ, ഒരു ദളിത് മന്ത്രി അദ്ദേഹം രാജിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദളിത് പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നുള്ള സുപ്രധാന തീരുമാനത്തിലേക്ക് CPMന് എത്തിച്ചേരേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം പട്ടികജാതി ക്ഷേമം അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നാണ് പട്ടികജാതി ക്ഷേമം എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യാൻ ദളിത് സമുദായത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ വേണം എന്ന തീരുമാനം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് OR കേളുവിനെ CPM പരിഗണിച്ചത്. വിവിധ പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ സച്ചിൻ ദേവിന്റെയും ശ്രീജന്റെയും ശാന്തകുമാരി അടക്കമുള്ള പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ OR കേളു എന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റൊരു ദളിത് നേതാവ് CPMൽ ഇല്ല. MLA എന്ന നിലയിൽ CPMൽ ഇല്ലായിരുന്നു. ആ പരിഗണന അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗമാണ്, പട്ടികജാതിയല്ല, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട പരിഗണന CPM എടുക്കുകയാണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും CPM ഇതുവരെ അങ്ങനെ മന്ത്രിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് OR കേളുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. 3 വകുപ്പുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ, പട്ടികജാതി ക്ഷേമം,
അതുപോലെ തന്നെ പാർലമെന്ററി കാര്യം, ദേവസ്വം വകുപ്പുകൾ, ഈ 3 വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ ഒരു വകുപ്പാണ് പട്ടികജാതി ക്ഷേമം എന്നുള്ള ഒരു വകുപ്പാണ് OR കേളുവിന് നൽകിയിരിക്കുന്നത്. BN വാസവനാണ് ഇപ്പോൾ ദേവസ്വം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പാർലമെന്ററി കാര്യം MP രാജേഷിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പരിഗണന നൽകിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ OR കേളുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം CPM സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായി.